ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു ബ്രെഡ് ബജ്ജി തയ്യാറാക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോഴും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രെഡ് ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു ഹോം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് സവാളയുടെ നിറം മാറുന്നിടം വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്നിടം വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റുക. ഒന്ന് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും ഗരം മസാല ഒരു 3/4 ടീസ്പൂണും ചേർത്ത് കൊടുത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു 15 സെക്കൻഡോളം പൊടികളുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും ഒരു 3/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്താൽ മതിയാവും. ഇവയെല്ലാം നല്ലതുപോലെ ഉരുളക്കിഴങ്ങൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. ഒരു ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഗ്രീൻ ചട്നി തേച്ച് കൊടുക്കാം. മല്ലിയില 1 കപ്പും പുതിനയില 1/2 കപ്പും ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 6 കാഷ്യൂനട്ടും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഗ്രീൻ ചട്നി. ആ ഗ്രീൻ ചട്നിയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ ചട്നി നല്ലപോലെ തേച്ച് ബ്രെഡിൻ്റെ മുകളിൽ പിടിപ്പിക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റഫിങ്ങോട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. വേറൊരു സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അതിലേക്കും ഗ്രീൻ ചട്നി ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇതിന് ശേഷം അത് വെച്ച് ആ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ അടച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ക്വയറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 4 പീസ് ബ്രെഡ് പക്കോട കിട്ടും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ട്രയാങ്കിളായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഓരോ പീസും സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങും ചട്നിയും ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. അടുത്ത ബ്രെഡ് ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് വലിയൊരു പീസ് ബ്രെഡ് പക്കോടയാണ് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ സ്ക്വയറായിട്ട് ചെറിയൊരു പീസായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ ചെറിയ പീസായിട്ട് കൊടുക്കാൻ പറ്റും. അതും ഇതുപോലെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് കടലമാവ് ഒരു 1.5 കപ്പോളം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ചെടുക്കാം. കടലമാവിൽ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, അത് പെട്ടെന്ന് അങ്ങ് വെള്ളമായിപ്പം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളുണ്ടാകും. കടലമാവ് നല്ലപോലെ കട്ടകളുണ്ടാകും. കട്ടകളൊക്കെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് സ്പൂൺ വെച്ചിട്ടോ ഒരു ബീറ്റർ വെച്ചിട്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് ഒരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ കടലമാവിൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പക്കോട തയ്യാറാക്കാനായിട്ട് പോവാം. ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുക്കിംഗ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് പീസും കടലമാവിൽ ഇതുപോലെ ഫുള്ളായിട്ട് മുക്കി കൊടുക്കണം. അതിനുശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. തീ നല്ലപോലെ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കരുത്. തീ ഒരു 3/4% ചൂടായാൽ മതിയാവും. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം ഓരോ പീസും ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവം മതിയാവും. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതിയായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കി പീസും ഇതുപോലെ കടലമാവിൽ നല്ലതുപോലെ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കുക. നല്ല ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നല്ലൊരു ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.